എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇവിടെ പത്താം ഭാവത്തിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 10-ൽ സൂര്യൻ നിന്നാൽ 10-ലെ സൂര്യസ്ഥിതി ശ്രേയസ്കരമാകുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാൽ ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ഗ്രഹനിലയിൽ 10-ലെ സൂര്യൻ ചീത്ര കാര്യങ്ങളിൽ മുഴുകുന്നവളാകും എന്ന് പറയുന്നുണ്ട്. 3, 6, 10, 11 എന്നീ ഉപചയഭാവങ്ങളിലെ സ്ഥിതിയെ ഏറ്റവും നല്ലതായി കണക്കാക്കുന്നു. അധികാരമുള്ള തൊഴിൽ, ആ തൊഴിലിൽ തന്നെ പരമാവധി വിജയം, രാജപ്രസാദം, സർവസിദ്ധി, പരാക്രമം, ശാസ്ത്രജ്ഞാനം, പുത്രസൗഖ്യം, വിശേഷ വസ്ത്രാഭരണ ലാഭം. 10-ാം ഭാവം ശത്രുരാശി, നീചരാശി എന്നിങ്ങനെ വന്നാൽ ഫലം മറിച്ചിരിക്കും. മേടം, ചിങ്ങം, ധനു എന്നിവയിലാണ് 10-ാം ഭാവമെങ്കിൽ സൂര്യൻ്റെ ദശാപഹാര കാലങ്ങൾ ഉച്ചസൂര്യനെ പോലെ വിളങ്ങുമെന്ന് പറയുന്നു. 10-ൽ ചന്ദ്രൻ നിന്നാൽ, ബലവാനായ ചന്ദ്രൻ 10-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ വലിയ കച്ചവടക്കാരനോ അഥവാ ജലസംബന്ധമായ വകുപ്പിൽ ഉന്നത പദവി കൈകാര്യം ചെയ്യുന്നവനോ ആഡംബരപൂർണമായ ജീവിതം നയിക്കും. ഭാര്യാപുത്രാദികളോട് സസുഖം കഴിയുന്ന ഗ്രഹനാഥനായിരിക്കും. ഈശ്വരഭക്തി ഉണ്ടാവും. തീർത്ഥാടനം ചെയ്യുന്നവനോ അതിനും അവസരമുണ്ടാവും. മാതൃസ്വത്ത് കൈവശം വരും. ചന്ദ്രൻ നീചനോ പാപക്ഷേത്രത്തിലോ നിന്നാൽ രോഗിയായിരിക്കും. 10-ൽ ചൊവ്വ നിന്നാൽ ഈ ചൊവ്വ ജാതകന് ഏറ്റവും നല്ല ഫലങ്ങൾ നൽകും. രാജാവോ രാജതുല്യനോ ആകാൻ യോഗം, പ്രതാപം, സാമ്പത്തികമായ ഉന്നതി, പ്രബല കീർത്തി, എപ്പോഴും സന്തോഷം, വളരെയധികം ഭൂമി, സാഹസ വിജയം, സ്വന്തം വംശത്തിൻ്റെ മഹിമ വർദ്ധിപ്പിക്കുന്നവൻ. ചൊവ്വ ദുർബല രാശിയിൽ നിന്നാൽ പോലും ഈ ഫലങ്ങളുണ്ടാവുമെന്ന് ആചാര്യൻ പറയുന്നു. മകരം, മേടം, വൃശ്ചികം ഈ രാശികളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫലം നൽകും. 10-ൽ ബുധൻ നിന്നാൽ, ഈ ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന വ്യക്തി ഉത്സാഹിയായിരിക്കും. കായിക വിനോദങ്ങളിൽ തൽപരനും നിപുണനുമായിരിക്കും. വലിയ കച്ചവടക്കാരനോ ഉദ്യോഗപ്രമുഖനോ ആയിരിക്കും. ജ്ഞാനം, ബുദ്ധിശക്തി, സമ്പത്ത്, പദവി, സർക്കാർ ബഹുമതി, വാഗ്വിലാസം, മതഭക്തി, ധാർമ്മികത എന്നിങ്ങനെ ഫലം. ബുധൻ ദുർബലനോ ഭാവദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യും. അധാർമികനും ആയിരിക്കും. വ്യാഴം 10-ൽ നിന്നാൽ ജാതകൻ കുലത്തിൽ പ്രമുഖനായിരിക്കും. സ്വന്തമായി വലിയ ഭവനമുണ്ടാകും. ധാരാളം ആശ്രിതന്മാരുണ്ടാകും. ധനം, കീർത്തി, കർമ്മഗുണം എന്നിവയോടുകൂടിയവനാകും. ദേവാലയം, ഗ്രന്ഥശാല, പുരോഹിത സഭ, സത്സംഗ സമിതി ഇവയുടെയൊക്കെ ഭരണാധികാരിയും ആകാനുള്ള യോഗം പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത തുടർച്ച അടുത്ത എപ്പിസോഡിലുണ്ടായിരിക്കും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.